ഹലോ ഫ്രണ്ട്സ്, ചില ഫോണുകളിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് കണക്കെടുന്ന് കാണിക്കും, പക്ഷേ ബാറ്ററിയിലോട്ട് സ്റ്റോർ ആവത്തില്ല. അങ്ങനെയുള്ള ഫോണുകളുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചാർജ് പിന്ന് തന്നെയായിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഫോണിലാണെങ്കിൽ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ബാറ്ററി നോട്ട് ഫുള്ളി ചാർജിങ്, പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ പിന്ന് ഈ കേബിളിനെ ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി പിടിക്കുകയാണെങ്കിൽ ചാർജിങ് എന്ന് കാണിക്കും. ഇവിടെ ചാർജിങ് എന്ന് ഇവിടെ കാണിക്കുമെങ്കിലും പക്ഷേ ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ മീറ്ററിൽ ഇത് ഒരു ഡിജിറ്റൽ മീറ്ററാണ്, അതായത് ഡിജിറ്റൽ ചാർജറാണിത്. നമുക്കിവിടെ എത്ര വോട്ട്സിൽ കയറുന്ന എത്ര ആംസിൽ കയറുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ചാർജിങ് എന്ന് ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഇവിടെ എത്രാമത്തെ പോർട്ടിലാണെന്ന് നമുക്കിവിടെ കണക്ട് ചെയ്തിട്ട് അറിയാൻ പറ്റും. എത്ര ആംസിൽ കയറണമെന്ന് അറിയാൻ പറ്റും. 0.7 ആംസിലാണ് കയറുന്നത്. ഇപ്പോൾ കട്ടായിപ്പോയി, കണ്ടല്ലോ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഇനി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി പിടിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചാർജിങ് പിന്ന് തന്നെയായിരിക്കും. ഈ ഫോണിൻ്റെ ചാർജിങ് പിന്നാണ് കംപ്ലൈൻറ്റ്. ഓക്കെ, നമുക്കിത് അഴിച്ച് പുതിയത് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ടേബിളിൻ്റെ ഈ ഭാഗത്ത് വച്ചിട്ട് ബ്ലോവർ ഓൺ ചെയ്യണം. ബ്ലോവർ ഓൺ ചെയ്ത് നമ്മൾ അടിഭാഗത്ത് പിടിച്ചു കൊടുക്കുക. ഈ സമയത്ത് ശകലം ഫ്ലെക്സ് നമ്മളിതിൽ ഉപയോഗിക്കണം. ഇത് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഫ്ലെക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മെൽറ്റാവും. ഇതിൻ്റെ സോൾഡറിങ് ലെഡുകൾ കുറച്ച് ലൂസായി ഉരുകി വരും. ആ സമയത്ത് നമുക്ക് ഈ ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ഇനി നമുക്ക് ശകലം ഇങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് അഴിച്ച് മാറ്റാൻ പറ്റും. ഈ പിന്ന് ഇത്രയേ ഉള്ളൂ, ഉണ്ടല്ലോ, ഇപ്പോൾ അഴിച്ച് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പിന്നുകൾ ലെഡ് നമ്മൾ ക്ലീൻ ചെയ്ത് പിടിപ്പിക്കണം. കൂടുതൽ ലെഡ് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരു ലിമിറ്റിൽ ലെഡ് പിടിപ്പിക്കുക. ഇനി നമ്മൾ ഈ പോർട്ടിലോട്ടും ലെഡ് പിടിപ്പിക്കണം. ഒരു ബ്ലേഡ് എടുത്തിട്ട് ഈ പോർട്ടിന് ചെറുതായിട്ടിങ്ങനെ സ്ക്രാച്ച് ചെയ്യണം. എന്തിനെന്ന് ചോദിച്ചാൽ ഈ ലെഡ് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് സെൻറ്ററിൽ നമുക്കൊരു 5 ലെഗ് വരും. അത് 5 ചെറിയൊരു ലെഗാണ്. അതിനകത്ത് ലെഡ് പിടിപ്പിക്കണം. അതിന് വേണ്ടിയാണ് സ്ക്രാച്ച് ചെയ്യുന്നത് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ട്യൂസറിൽ ഇതിങ്ങനെ പിടിപ്പിക്കുക. കുറച്ച് ഫ്ലക്സ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഇനി സോൾഡറിങ് അങ്ങനെ കൊണ്ട് നമുക്ക് ലെഡ് ഇതിനകത്ത് പിടിപ്പിക്കാൻ ശ്രമിക്കാം. ഇനി നമ്മൾ നേരത്തെ എങ്ങനെയാണോ പോർട്ട് അഴിച്ചു മാറ്റിയത് അതേ മെത്തേഡിൽ തന്നെയായിരിക്കും ഈ പോർട്ട് പിടിപ്പിക്കുന്നത്. ആദ്യം കറക്റ്റ് പൊസിഷനിൽ ഈ പോർട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ബ്ലോവർ ഓൺ ചെയ്ത് അടിഭാഗത്ത് പിടിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ട്യൂസർ എടുത്ത് കൈ വെച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് മെൽറ്റ് ആകുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കാനായിട്ടാണ് ഈ ട്യൂസർ വെച്ചിരിക്കാൻ പറയുന്നത്. നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഈ ബ്ലോവർ നമ്മളെടുത്ത് മാറ്റണം. ഇനി നമ്മളിതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യണം.
ഇനി നമുക്കിത് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ, ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെയും കറക്റ്റായിട്ട് 0.7 ആംസിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഇത് ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നില്ല. നമുക്ക് തിരിച്ച് വെച്ച് നോക്കാം. നേരത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ കറക്റ്റായിട്ട് ചാർജിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ 0.7 ആംസിൽ കയറുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് അഴിച്ചു മാറ്റുമ്പോൾ ഉണ്ടോ 0, തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് 0.7 ആംസിൽ കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരിക്കും കംപ്ലൈൻ്റ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. ഓക്കെ, താങ്ക് യു.